സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗോകുല ലീലകളൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞു. മധുര ലീലകളിലേക്കുള്ള പ്രവേശനത്തിന് കവാടമൊരുക്കിക്കൊണ്ട് നമ്മുടെ കുറുവല്ലൂർ ഇവിടെ നിന്ന് നിഷ്ക്രമിച്ചു. അപ്പോൾ അദ്ദേഹം മനോഹരമായിട്ട് അങ്ങനെ കഥ പറഞ്ഞു പോരുകയായിരുന്നു. കുറച്ചുകൂടി ഇരുന്ന് കേൾക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. കാരണം ഈ മധുര പ്രവേശം തന്നെ അവിടെ ധാരാളമുണ്ട്. എനിക്ക് പ്രധാനമായി തന്നിരിക്കുന്ന വിഷയം ഉദ്ധവ സന്ദേശമാണ്. അപ്പോൾ നല്ല വിഷയമാണ് ഉദ്ധവ സന്ദേശം. നമ്മുടെ ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ആദ്യ പ്രഭാഷണം ഈ വിഷയമായിരുന്നു. ഗുരുവായൂർ ദർശനത്തിന് പോയ സമയത്ത് ഭജനമൊക്കെ കഴിഞ്ഞ് 41 ദിവസത്തെ ഭജനമൊക്കെ കഴിഞ്ഞ് പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം ഭക്തജനങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മള്ളിയൂരെ ഒരു പ്രഭാഷണം നടത്തരുതോ? അപ്പോൾ അദ്ദേഹത്തിനൊരു പരിഭ്രമമായി. കാരണം 20 വയസ്സുകാരനാണ്. ഏത് വിഷയം വേണമെന്ന് ചോദിച്ചപ്പോൾ പടപ്പ തന്നെയാണ് നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ തന്നെയാണ് നിർദ്ദേശിച്ചത്, ഉദ്ധവ ദൂത് പറഞ്ഞാൽ മതി. ആ ഉദ്ധവ ദൂത് തലേന്നൊക്കെ ഒന്ന് നോക്കി. അന്ന് ആദ്യം ഗുരുവായൂരമ്പലത്തിൽ വടക്കേ വാതിൽമാടത്തിന് സമീപം ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് 15 പേര് ഓഡിയൻസ് അല്ലെങ്കിൽ ശ്രോതാക്കൾ, ഈ 15 പേരോട് ഉദ്ധവ ദൂത് കഥ പറഞ്ഞു. കേട്ടവരിൽ പലരും കണ്ണ് നിറഞ്ഞ് കരഞ്ഞു എന്നാണ് കേട്ടിരിക്കുന്നത്. കാരണം അത്രയധികം ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു കഥാഭാഗമാണ് ഉദ്ധവദൂത്. കഥാഭാഗമെന്ന് പറയാൻ പറ്റുമോ? കാരണം ഭാഗവതത്തിലെ കഥകളെന്ന് പറയാൻ ഇഷ്ടം തോന്നുന്നില്ല. ഈ ഭാഗവതത്തിൽ ഇങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. ഓരോ കഥ പറയുമ്പോഴും എസോറ്ററിക് മീനിങ് എന്ന് പറയുന്നത് പോലെ അവിടെ ചില ബോംബുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കും. ഭാഗവതം അങ്ങനെയാണ്. ഇപ്പോൾ മധുരാപ്രവേശത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ മധുരാപ്രവേശനത്തിൽ ഭഗവാൻ കടന്നു വന്നു, മധുരയിലേക്ക് എത്തി, അക്രൂരിനെ യാത്രയച്ചു, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അക്രൂരിനെ യാത്രയച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ മധുര നഗരം ഒന്ന് കാണണമെന്നൊരാഗ്രഹം. അപ്പോൾ ബലരാമനെ വിളിച്ചു, രാം ഭയ്യ, എന്താ നമുക്ക് ഈ സിറ്റി ഒന്ന് കണ്ടാലോ? ചെറിയ സിറ്റിയൊന്നുമല്ല, മധുര പഴയ സിറ്റിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യ, മധുര, മായ, കാഞ്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തിക, ദ്വാരക, ഇതൊക്കെ പഴയ നഗരങ്ങളിൽ പെടുന്നതാണ്. 7 നഗരങ്ങളിലൊന്നാണ് ഈ മധുര. മധുവനം എന്നായിരുന്നു പഴയ പേര്. അപ്പോൾ ഈ മധുര സിറ്റി ഒന്ന് കണ്ടാലോ? അതുമാത്രമല്ല, പണ്ട് മുതലേ അറിയാം നമുക്ക് മധുര ഒരു പ്രശ്നബാധിത സ്ഥലമാണ്, ഇന്നും അതെ. അപ്പോൾ ഈ മധുരയിലേക്ക് നഗരം കാണാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണന്മാർ നടുവിലൂടെ നടന്ന്, നല്ല കല്ലുപാകിയ നടപ്പാതയാണ്. ഇടയ്ക്കിടയ്ക്ക് കംസൻ്റെ രഥം അതിൽ ഓടുമെന്നല്ലാതെ മറ്റ് ട്രാഫിക്കൊന്നുമില്ല. അങ്ങനെ നടന്നു വരുന്നപ്പോൾ ഇരുവശത്തു നിന്നും ആളുകളൊക്കെ ഓടി വരുന്നു. കാണാൻ ആളുകളുണ്ട്. ഭക്ഷണേഷ്ഠയൊക്കെ വെടിഞ്ഞ് ആഹാരം കഴിക്കാനിരുന്ന ആളുകളൊക്കെ പറഞ്ഞു കേട്ടു, ദേ വില്ലേജിൽ നിന്ന് 2 കുട്ടികൾ, ഗ്രാമത്തിൽ നിന്ന് 2 കുട്ടികൾ വന്നിരിക്കുന്നു, കൃഷ്ണനും ബലരാമനും. എന്നാലൊന്ന് കാണണ്ടല്ലോ എന്ന് പറഞ്ഞ് ചപ്പാത്തി കഴിക്കാൻ തുടങ്ങിയ ആളുകൾ പരിപ്പ് കറി മുക്കാൻ തുടങ്ങിയതാണ്. അതവിടെ ഇട്ടിട്ട് ഓടിപ്പോയി. കിണറ്റിൻകര കുഞ്ഞിനെ എണ്ണ തേപ്പിച്ച് കുളിക്കാൻ നിർത്തി ഇരിക്കുന്ന സമയത്താണ് വാർത്ത കേട്ടത്. കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് ഓടിപ്പോയി. ലജ്ജ. അകത്തുനിന്ന് പുറത്തിറങ്ങാത്ത പല മഹിളാമണികളും ഭഗവാൻ വരുന്നു എന്ന് കേട്ടുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. എല്ലാം മറന്നിട്ട് 2 വശത്തും ജനസഞ്ചയം നിന്ന് പൂവാരി എറിയുക, കൈകൂപ്പുക, കൈകൊണ്ട് വീശിക്കാണിക്കുക, ഭഗവാന്റെ റോഡ് ഷോ മധുരയിൽ നടക്കുക. എന്തൊരാരവമായിരുന്നു അവിടെ. അപ്പോൾ ഇങ്ങനെ നടന്ന് ചെന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ സിറ്റി രാംഭയ്യ നോക്കൂ, ഈ നമ്മൾ കണ്ട പോലൊന്നുമല്ല, നമ്മുടെ ഈ വൃന്ദാവനത്തിലെ പോലെ ഇങ്ങനെ വൈക്കോല് മേഞ്ഞ വീടുകളൊന്നുമല്ല. നോക്കൂ, കെട്ടിടം, അതിൻ്റെ മുകളിലൊരു കെട്ടിടം. അത് 2 നില എന്നതിന് പറയുക, കെട്ടിടത്തിൻ്റെ മുകളിൽ കെട്ടിടം എന്ന് പറയണ്ട. ഓ അങ്ങനെയല്ലേ? നോക്കൂ, എല്ലാ സ്ഥലത്തും നല്ല കനകമയമിയെന്ന
കെട്ടിടങ്ങൾ, ദ്വാരപാലകന്മാരവിടെയുണ്ട്. പ്രദക്ഷിണ വീതിയൊക്കെ കല്ലുപാകിയതാണ്, സ്ഫടികമയം. പല ഗ്രഹങ്ങളുമുണ്ടൊക്കെ കംസൻ്റെ കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളാണ്. അവിടെയൊക്കെ ആണെങ്കിലോ സ്വർണ്ണഗോപുര വാതിലുകളാണെന്നാണ് പറയുന്നത്. അതിന് പൂട്ടൊന്നും വേണ്ട, കംസൻ്റെ രാജ്യമല്ലേ, വേറെ കള്ളന്മാരാരും ഇല്ല അവിടെ. അപ്പോൾ ഈ സ്ഥലത്തൂടെ അങ്ങനെ കണ്ടു നടന്നപ്പോൾ നമ്മൾ വിഷയം വിട്ടുപോകുന്നു. പറഞ്ഞു വന്നത് ഇതാണ്, അവിടെ വെച്ച് ഭഗവാൻ ഒരു 4 പേരുമായിട്ട് കാണുന്നുണ്ട്. ഒരു രചകനെ കാണുന്നു. രചകൻ കഞ്ചിതായാന്തം രംഗകാരംഗദഗ്രജ ദൃഷ്ട്വായാജതവാസാംസി. ഭഗവാൻ ഒരു അതായത് ഒരു എന്താ പറയുക, ഡ്രൈ ക്ലീനിങ് സെക്ഷൻ നടത്തുന്നയാൾ, ഒരലക്കുകാരൻ. അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നിട്ട് വസ്ത്രം ചോദിക്കുന്നു. ഈ ഗ്രാമത്തിൽ നിന്ന് വന്ന ആളുകളാണ്, പഴയ തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെയാണ്. ഇത് ഇട്ടുകൊണ്ട് എങ്ങനെയാണ് എക്സിബിഷൻ നടക്കുക? മധുരയിൽ അറിയാമല്ലോ, നമുക്ക് പറഞ്ഞു വന്നു അദ്ദേഹം. എന്ത് എക്സിബിഷനാണ്? ധനുർയാഗം, അമ്പ് വില്ല് പൂജ എന്നൊക്കെ പറയുന്നെങ്കിലും കംസൻ്റെ കൊട്ടാരത്തിലിരിക്കുന്ന പഴയ വാളും പരിചയം കുന്തവും ഒക്കെ എടുത്ത് നിരത്തി വെച്ചിട്ട് സ്റ്റാൾ ഇട്ടിരിക്കുക. അല്ല, കംസൻ്റെ കൊട്ടാരത്തിൽ പിന്നെ വേറെ എന്താ നടത്തുക? പുസ്തകമേള നടത്തുമോ അവിടെ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതൊന്നുമില്ല. പുഷ്പമേളയും പുസ്തകമേളയും ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളേ ഉള്ളൂ. ആയുധങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് ആളുകളെ കയറ്റുക. ഇതാ കണ്ടോളൂ, 1000 പേരെ കൊന്ന വാളാണത്. ഇതാ ഈ കുന്തം കണ്ടോളൂ. അതൊക്കെ കണ്ടു നടക്കുക. അതിൻ്റെ നടുവിലൊരു വില്ല് വളച്ച് വെച്ചിട്ടുണ്ട്, അതിലൊരു പൂജ കഴിക്കുന്നുണ്ട്. ഈ ധനുർയാഗം കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറണ്ടേ? ഒരു വസ്ത്രം നമുക്ക് വാങ്ങിച്ചാലോ? അന്നത്തെ ഷോറൂമും ടെക്സ്റ്റൈലും ഒന്നും ഇല്ലാത്ത കാലമാണ്. ആരോടെങ്കിലും ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് ദൃഷ്ട്വായാചതി വാസാംസി യാചത, ചോദിച്ചു, ബെക്ക് ചെയ്തു, ഒരു വസ്ത്രം തരുമോ? വസ്ത്രം തരുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കണമെന്നുണ്ടോ? വേണമെങ്കിൽ മറുപടി പറയാം, ഇതാ കംസന് കൊണ്ടുപോകുന്ന വസ്ത്രങ്ങളാണ്, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തരുന്നത് എന്ന് ചോദിക്കാം. പക്ഷെ ഇവിടെ ഈ രചകൻ എന്താ പറഞ്ഞത്? ഉദ്ധൃത്വാ ഹേ ബാലിശ, നിങ്ങൾ ആരാ എന്നോട് വസ്ത്രം ചോദിക്കാൻ? എന്നെ മനസ്സിലായോ? ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? കംസൻ്റെ ഭൃത്യനാണ് ഞാൻ. ഭാഗവതം പറയുന്നത്, ചുരുക്കി കഥയിലേക്ക് വരിക, ഭഗവാനെ തല നുള്ളിയെടുത്തു എന്നാണ്. വധിച്ചു എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം വധമെന്ന് പറയുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശിക്ഷ നമുക്ക് ഭാഗവതത്തിലില്ല. എന്താ തല നുള്ളിയെടുത്തു എന്ന് പറഞ്ഞതിലർത്ഥം? അഹം നുള്ളിയെടുത്തു. എന്തഹങ്കാരം അദ്ദേഹം ചെയ്തത്? വസ്ത്രം ചോദിച്ചു കഴിഞ്ഞാൽ കംസൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന വസ്ത്രം നിങ്ങൾ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കേണ്ട കടമയുണ്ടോ? എന്നിട്ടും എന്തിനാണ് അദ്ദേഹത്തിനെ തല നുള്ളിയെറിഞ്ഞത് എന്ന് പറയുമ്പോഴാണ് ഭാഗവതം നമ്മൾക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന തത്വം മനസ്സിലാകുന്നത്. അഹം ഒരു തരത്തിലല്ല, പലതരത്തിലുണ്ട്. ഇതെന്ത് അഹമാണ്? ഈ അഹത്തിൻ്റെ പേരാണ് ആൾട്ടർ ഈഗോ എന്ന് പറയുന്ന വേഷം മാറിയ പ്രച്ഛന്ന വേഷത്തിലുള്ള അഹങ്കാരം. അതെന്ത് അഹങ്കാരമാണ്? സാധാരണ ആ കസേരയിലിരുന്ന ആളിനെ പീഠത്തിലേക്ക് കയറ്റി ഒരു പുഷ്പമാലയും കഴുത്തിലിട്ട് വരുമ്പോൾ ഒരഹങ്കാരം കയറും. എനിക്കറിവുള്ള ആളാണ്, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഇതിൻ്റെ പേരാണ് ആൾട്ടർ ഈഗോ. തൊപ്പി തലേ കയറുമ്പോൾ പോലീസുകാരന് കുറച്ച് നേരത്തേക്ക് ഒരു അഹങ്കാരം കയറും. ആൾട്ടർ ഈഗോ. വലിയ ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളിന് എന്താ പറയുക, ചെസ്റ്റിലൊരു പേരെഴുതി വെച്ച് കഴിയുമ്പോൾ ഒരഹങ്കാരം വരും. അതിനെ ബ്രാൻഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. കംസഭൃത്യനാണ് ഞാൻ എന്ന് പറയുമ്പോൾ അത് ബ്രാൻഡ് പേഴ്സണാലിറ്റിയാണ്. നിങ്ങളുടെ അത് മാനേജ്മെൻറ്റിലാണെങ്കിലും ആധ്യാത്മിക ശാസ്ത്രത്തിലാണെങ്കിലും ആ അഹങ്കാരം കൊണ്ട് നടക്കരുത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളെ നോക്കുമ്പോൾ ഒരു ബ്രാൻഡ് പേഴ്സണാലിറ്റി അവിടെ നടക്കുന്നുണ്ട്, ഒരഹംഭാവം. ഇവിടെ ആ അഹംഭാവമാണ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത്. അഹംഭാവം മാറ്റാൻ വളരെ എളുപ്പമാണ്. വാളെടുത്ത് വെട്ടേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് തല നുള്ളി താഴെ ഇട്ടു എന്ന് പറഞ്ഞാലോ പ്രഭാഷണത്തിൽ കയറിയിരിക്കുന്ന ആളിൻ്റെ അഹങ്കാരം പോകാൻ ഒരു വിഷമവും ഇല്ല. ഈ മൈക്കൊന്ന് കൂവിയാൽ മതി, ആ അഹങ്കാരം അവിടെ നിന്നു. തല നുള്ളി താഴെ ഇട്ടു. ഭഗവാൻ പറഞ്ഞു ബ്രാൻഡ് പേഴ്സണാലിറ്റിയായിട്ട്
ഹേ രജക, നിനക്ക് എന്നിലേക്ക് എത്താൻ പറ്റില്ല. ഈ 4 പേരും സാധകന്മാരാണ്. അതിനുശേഷം നമുക്കറിയാം വായകൻ, അതല്ലെങ്കിൽ എന്താ ഈ തുന്നൽക്കാരനെ കാണുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ എന്താ മാലാകാരനെ കാണുന്നു, കുബ്ജയെ കാണുന്നു. ഈ 4 തരത്തിലുള്ള വിവിധ, ഈ 4 പേരും സാധകരാണ്. എല്ലാവരും നമ്മളൊക്കെ സാധകരാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ എങ്ങോട്ടാണ് ഒഴുകിയെത്തുന്നത്? ഭഗവാനിലേക്കാണ് ഒഴുകിയെത്തുന്നത്, അത്രമാത്രം. ചിലർ നേരിട്ട് പോകും, ചിലർ മെഡിക്കൽ കോളേജ് വഴി പോകും, ചിലർ സൈക്കിളിൽ പോകും, ചിലർ നടന്നു പോകും. ഇത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്തു ചെയ്യും? ചിലർ നടന്നാലും എത്താറില്ല. എല്ലാവരുടെയും ശ്രദ്ധ ഹിരണ്യകശിപു പോലും അന്വേഷണമാണ്. ഖ്വാസവും എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചാണ് ചെയ്യുന്നത്. എവിടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അതാ. അങ്ങനെ അദ്ദേഹത്തിന് അന്വേഷിക്കാൻ അറിയൂ. ഗോപികമാരന്വേഷിച്ചത് വേറൊരു തരത്തിൽ. ഇവിടെ ഈ 4 തരത്തിലുള്ള ആളുകളും അന്വേഷിക്കുക, ഭഗവാനിലേക്ക് എത്തണം. ഭഗവാനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? സമാധാനം വേണം, ശാന്തി വേണം. സമാധാനത്തിന് ഭാഗവതത്തിൽ പറയുന്ന പേരാണ് ഭഗവാൻ. ശാന്തിക്ക് ഭാഗവതം പറയുന്ന പേരാണ് സാക്ഷാൽ കൃഷ്ണ. നമ്മളൊക്കെ സമാധാനവും ശാന്തിയും അഥവാ നിശ്ചല തത്വത്തെ അന്വേഷിക്കുന്നവരാണ്. ആ അന്വേഷണത്തിൽ വിവിധ തരത്തിലുള്ള ആളുകളുണ്ട്. നമുക്കറിയാം, ഇതുപോലെ ആൾട്ടർ ഈഗോ ഉള്ള ആളുകളുണ്ട്. രചകനെ പോലെ മാലാകാരനുണ്ട്, വായകനുണ്ട്. അവരൊക്കെ ഭഗവാന്റെ സമീപത്തേക്ക് ചെന്ന് ദാസനാണ്, അങ്ങയുടെ ദാസനാണ്, അങ്ങയുടെ പൂജകനാണ് എന്ന് പറഞ്ഞെത്തുമ്പോൾ അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുത്ത് അവരെന്താ ആവശ്യപ്പെട്ടത്? മാലാകാരൻ എന്താണ് ചോദിച്ചത്? സോഭിവ്രേജലാം ഭക്തിം തസ്മിന്നേവാഖിലാത്മനി തദ്ഭക്തേഷു ച സൗഹാർദ്ദം ഭൂതേഷു ച ദയാം പരാം. ഭഗവാനെ, എനിക്കൊന്നും വേണ്ട, വരം തരാൻ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തു വരമാണ് ആവശ്യം? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറൊന്നും വേണ്ട. എന്താ? സോഭിവ്രേ അചലാം ഭക്തി. എനിക്ക് വേണ്ടത് ഇളക്കമില്ലാത്ത ഭക്തി വേണം. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന, തുമ്മിയാ തെറിക്കുന്ന ഭക്തിയല്ല നമുക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ഉറച്ച, പാറ പോലെ ഉറച്ച ഭക്തിയാണ്. ഞായറാഴ്ച മാത്രം വരുന്ന ഭക്തി പോരെനിക്ക്, ഏകാദശിക്ക് മാത്രം വരുന്ന ഭക്തി പോരെനിക്ക്. ഗുരുവായൂരമ്പലത്തിൻ്റെ ഗേറ്റ് കടന്നാൽ ഇറങ്ങി വരുന്നത് വരെയുള്ള ഭക്തിയല്ല എനിക്ക് വേണ്ടത്. തുടർച്ചയായ, നിരന്തരമായിട്ടുള്ള, അചലമായിട്ടുള്ള, ഉറപ്പുള്ള ഭക്തി. അത് തന്നാൽ മതി ഭഗവാനെ. ബാക്കിയൊക്കെ നടന്നു പോയിക്കോളൂ. അതെന്ത് ചെയ്യണം? തദ്ഭക്തേഷു ച സൗഹാർദ്ദം. എൻ്റെ മനസ്സിലെപ്പോഴും ഭക്തന്മാരുമായിട്ടുള്ള സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് കേൾക്കണം. രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഈ മൊബൈലിലെ മെസ്സേജ് നോക്കാൻ തോന്നരുതേ ഭഗവാനെ. ഭക്തന്മാരുമായിട്ടുള്ള സൗഹാർദ്ദം എനിക്ക് വേണം. ഭൂതേഷു ച ദയാം പരാം. എൻ്റെ മനസ്സിൽ അസൂയയും വിഷമവും കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും ഉണ്ടാവരുതേ. ദയ തോന്നണേ. ഇതായിരുന്നു മാലാകാരൻ. അവർക്കൊക്കെ വേണ്ടത് കൊടുത്തു വന്നപ്പോൾ അതാ വരുന്നു കുബ്ജ എന്ന് പറയുന്നത്. അവിടെയും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? കുബ്ജ എന്ന് പറയുന്ന ത്രിവക്രയെന്നോ സൈരന്ധ്രിയെന്നോ പേരെന്ത് വിളിച്ചോളൂ, ഒരു യുവതി നടന്നു വരുന്നു. കൃഷ്ണൻ ചോദിച്ചു, സുന്ദരി, നീ ആരാണ്? നീ ആരാണ്? അതിൻ്റെ മറുപടി അനുസരിച്ചിരിക്കും നിങ്ങൾ ആത്മീയ തലത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. ഹൂ ആം ഐ? പാവം കുബ്ജ പറഞ്ഞ മറുപടി എന്താ? ദാസ്യാസ്മഹം സുന്ദര കംസസമ്മത ത്രിവക്രനാമ അനുലേപകർമ്മണി. 4 ലേബലാണ് പറഞ്ഞു വെച്ചത്. ഞാൻ ആരാ? ദാസിയാണ്, വേലക്കാരിയാണ്. ആരുടെ ദാസി? മുതലാളിയുടെ ദാസിയാണ് ഞാൻ. കംസസമ്മത, കംസൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെയോ ത്രിവക്രനാമ, ത്രിവക്ര, 3 വളവുള്ള ശരീരത്തിൽ 3 വളവുള്ള ആളാണ് ഞാൻ. ആരെങ്കിലും ചോദിച്ചോ ഇത്? ഇതിനെങ്ങനെയാണോ മറുപടി നമ്മൾ പറയുക? പ്രത്യേകിച്ച് നോക്കണം, ഇത് ആധ്യാത്മിക ഗ്രന്ഥമാണ്. ആധ്യാത്മിക ഗ്രന്ഥത്തിൽ നീ ആരാണ്? ഹൂ ആം ഐ എന്ന് ചോദിച്ചാൽ ഞാൻ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാഴ്സൽ, ഞാൻ ആ ഭഗവാന്റെ അംശമാണെന്ന് പറയുന്നത് വരെയാണ് ആധ്യാത്മിക അന്വേഷണം. ഇങ്ങനെ പറഞ്ഞ കുബ്ജയോട് സംഭവം മനസ്സിലാക്കി. എന്താ കുബ്ജയുടെ പ്രശ്നം? എന്താ?
ഈഗോയാണ്. എന്ത് ഈഗോ? ഇൻഫീരിയോറിറ്റി ഈഗോ. ഈഗോ ഉണ്ട്, അഹമുണ്ട്. എൻ്റെ വിഷമം, ഞാൻ ദാസിയാണ്, ഞാൻ കുബ്ജയാണ്, ത്രിവക്രയാണ്, എൻ്റെ ശരീരത്തിൽ 3-4 വളവുകളുണ്ട്, അതുകൊണ്ട് നാട്ടുകാരെന്നെ കളിയാക്കുന്നു. ഈ പ്രഭുപാദർ അമേരിക്കയിലെത്തിയ സമയത്ത് ഇതേ വിഷയം, ഈ കുബ്ജയുടെ കഥ ഇങ്ങനെ പറഞ്ഞു പോയിരിക്കുക. ന്യൂയോർക്ക് സിറ്റി വെച്ച് അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, ആ കുബ്ജ, ശരീരത്തിൽ വളവുള്ള കുബ്ജ സമീപത്ത് വന്നപ്പോൾ കുറഞ്ഞ പക്ഷം ചന്ദനത്തിൻ്റെ മണമുണ്ടായിരുന്നു, കുറഞ്ഞ പക്ഷം കുങ്കുമക്കൂട്ടും ക്രീമും പേസ്റ്റുമായിട്ട് അവൾ അടുത്ത് വന്നത്. പക്ഷേ ഇവിടെ ഈ അമേരിക്ക ഞാൻ കാണുന്നത് മുഴുവൻ കുബ്ജകളാണ്, മുഴുവൻ ശരീരത്തിന് വളവുള്ള ആളുകളാണ്. അപ്പോൾ ഇവരെ ഒന്ന് ഉയർത്തണമെന്നുണ്ടെങ്കിൽ നോക്കൂ, കുബ്ജ ദുഷ്ടയല്ല, കുബ്ജയ്ക്കുള്ളത് ഈ കോംപ്ലക്സാണ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാണ്. ഞാൻ ദാസിയാണ്, ഞാൻ കംസസമ്മതയാണ്, ഞാൻ ത്രിവക്രയാണ്. ഇതെല്ലാം വേറെ ആളുകളിട്ട പേരാ, സ്വന്തം പേരല്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നോക്കണം. ഈ ജീവിതം മുഴുവൻ നമ്മൾ നടക്കുന്നതും ചലിക്കുന്നതും ചരിക്കുന്നതും വേറെ ആളുകളുടെ സംഭാവന കൊണ്ടാണ്. നമുക്ക് ജന്മം തന്നത് വേറൊരാൾ, പേരിട്ടത് വേറൊരാൾ, വിദ്യാഭ്യാസം തന്നത് വേറൊരാൾ, കല്യാണം ആലോചിച്ചത് വേറൊരാൾ, കല്യാണം കഴിക്കുന്നത് വേറൊരാളെ, നടന്ന് ജോലി കിട്ടുന്നത് വേറൊരാൾ, പണം നൽകുന്നത് വേറൊരാൾ, മരിക്കുമ്പോൾ ശവം എടുക്കുന്നതും വേറൊരാൾ. ഈ മറ്റാളുകൾ തന്ന ലേബലുകളുമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് സഞ്ചരിച്ച് വരുമ്പോൾ സ്വന്തം ലേബൽ മറന്നുപോകും. അതാ പറ്റിയത്. ആധ്യാത്മികമായിട്ട് ഭഗവാൻ ഇവിടെ സ്ഥാപിച്ച് വെക്കുന്നതാണ്, നിൻ്റെ ജാതി, നിൻ്റെ ഷെയ്പ്പ്, നിൻ്റെ കുലം, ഇതൊന്നും ഇവിടെ പ്രസക്തമല്ല. കുഞ്ഞെ, നീ നേടിയിരിക്കുന്നതൊക്കെ പൊഴിഞ്ഞു പോകും. നിൻ്റെ ശരീരവും നിൻ്റെ സമ്പത്തും നിൻ്റെ എന്താ പറയുക പദവികളും പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകും. ആരെങ്കിലും എന്തെങ്കിലും എൻ്റെ സ്വന്തമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, അതും നഷ്ടപ്പെട്ടു പോകും. ഒരു വൃദ്ധൻ്റെ ഗൃഹത്തിലെത്തിയപ്പോൾ 90 വയസ്സുള്ള വൃദ്ധനാണ്, ഭാര്യയ്ക്ക് 86 വയസ്സ്. അപ്പോൾ വൃദ്ധൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, ഡാർലിംഗ് ഒരു ചായ കൊണ്ടുവരൂ. ചായ കൊണ്ടുവന്നു. ഡാർലിംഗ് അതെവിടെ വെച്ചേക്കൂ. അത് വെച്ചു. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു, ഡാർലിംഗ് ഈ കപ്പ് എടുത്തുകൊണ്ട് പോകൂ. ഈ വന്ന അതിഥി വിചാരിച്ചു, ഈശ്വര 90ാമത്തെ വയസ്സിൽ എന്തൊരു സ്നേഹമാണ് ഇവർ തമ്മിൽ, ഡാർലിംഗ് എന്നേ വിളിക്കുവല്ലോ. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ സമ്മതിക്കണം, ഇപ്പോഴും നിങ്ങൾ ആ അത്രയും ഓമനയായിട്ടുള്ള ഒരു പേര്, ഡാർലിംഗ് എന്ന് പേര് വിളിക്കുന്നല്ലോ ഭാര്യയെ, വർഷം 60 70 കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട്. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടല്ല, ഞാൻ ആ പേര് മറന്നുപോയി ഭാര്യയുടെ, അതുകൊണ്ട് ഞാനങ്ങൾ വിളിക്കുന്നതാണ്. മറന്നു പോകും, പൊഴിഞ്ഞു പോകും, വിട്ടുപോകും. പേരുകൾക്ക് സാധ്യതയില്ല, പേരുകൾക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ്. കാരണം നിർണായക ഘട്ടത്തിൽ പേരിന് വലിയ കാര്യമൊന്നുമില്ല. കിണറ്റിൽ ആൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്താ വിളിച്ചു പറയുക? രാമൻകുട്ടി MSc B.Ed കിണറ്റിൽ വീണു, ആരെങ്കിലും വന്ന് രക്ഷിക്കണേന്ന് നമ്മൾ ഇവർ വിളിച്ചു പോവാറില്ല. ആൾ വീണേ ആരെങ്കിലും വന്ന് രക്ഷിക്കോ, അത് മാത്രമേ ഉള്ളൂ. റിട്ടയേർഡ് തഹസീൽദാർ KP പൗലോസ് അന്തരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന ആളുകൾ അതൊന്നും ചോദിക്കുകയില്ല, ബോഡി കൊണ്ടുവന്നു എന്നേ ചോദിക്കുള്ളൂ. അദ്ദേഹം ജീവിതത്തിൽ നേടിയിട്ടുള്ള എന്തെല്ലാം വിദ്യാഭ്യാസങ്ങൾ, എത്രയെത്ര പദവികൾ, പണം, ബാങ്ക് ഡെപ്പോസിറ്റ് എവിടെ പോയി? നിർണായക ഘട്ടത്തിൽ, ആത്യന്തിക ഘട്ടത്തിൽ ഓർക്കുക, ഇതെല്ലാ ലേബലുകളും എല്ലാ ആടയാഭരണങ്ങളും പൊഴിഞ്ഞു പോകും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ വിഷയമേ ഉള്ളൂ. ഭഗവാന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ കുട്ടപ്പൻ പൂരം, ഇന്ന വീട്ടിലെ ഇന്നയാൾ, വലിയ പ്രസക്തിയൊന്നുമില്ല. എൻ്റെ പേരിൽ ഒരു സ്പെഷ്യൽ പുഷ്പാഞ്ജലി, വലിയ പ്രസക്തിയൊന്നുമില്ല. കൊടുക്കാനുള്ളത് കൊടുത്ത് മുൻപിൽ സമർപ്പിച്ചതിന് ശേഷം മാറി നിന്നിട്ട്, ഭഗവാനെ ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴും നമ്മളിതൊന്നുമില്ല, ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഈ ആടയാഭരണങ്ങളൊന്നുമില്ല, ഉറക്കത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് അഹമില്ല. എൻ്റെ മനസ്സിൽ നിന്ന് സകല തരത്തിലുമുള്ള അഹം പോകണം, നഷ്ടപ്പെടണം. നമ്മുടെ സ്വത്വമല്ല ഭഗവാന്റെ സ്വത്വം. ഭഗവാൻ സത്യം,
നമ്മൾ വെറും സത്വം. ആ വ്യത്യാസമത. അപ്പോൾ ഇതിൽ നിന്ന് സത്യത്തിലേക്ക്, സത്യം പരം ധീമകി, ആ സത്യത്തിനെയാണ് ഞാൻ, ബാക്കിയൊക്കെ മാറുന്നതാണ്, ബാക്കിയൊക്കെ നഷ്ടപ്പെടുന്നതാണ്. ഇതുകൊണ്ട് ഭഗവാനിലേക്ക് ഓരോരുത്തരും ഓരോ തരത്തിലാണ് കാണുന്നത്. നമുക്ക് ഈ 4 പേരുമായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ, പാസ്റ്റ് ടൈം, കൃഷ്ണാസ് പാസ്റ്റ് ടൈം ഇതല്ല. ഈ 4 പേരെ വെറും വധിക്കുന്നതോ അതല്ലെങ്കിൽ എന്താ പറയുക, ഭഗവാന് വസ്ത്രം കൊടുത്തില്ല അതുകൊണ്ട് ഉപദ്രവിച്ചു, ആ തരത്തിൽ കണക്കാക്കരുത്. ഇത് സാധകരിലേക്കുള്ള ഭഗവാന്റെ ഭക്തി മാർഗത്തിലേക്കുള്ള ഭക്തി പദ്ധതികളാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഏതായാലും ഇവിടെ ദ്വാരകയിൽ പലതരത്തിലുള്ള ലീലകൾക്ക് ശേഷം നമുക്കറിയാം അവിടെ അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ ധാരാളമുണ്ട്. നമുക്ക് ഉദ്ധവദൂതിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ് വേഗം. അപ്പോൾ മല്ലാനാം അശനീന്ദ്രണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജന അസതാം ക്ഷിതിഭുജാം ശാസ്ത സ്വപിത്രോ ശിശു. സകല തരത്തിൽ ഓരോരുത്തരും ഭഗവാനെ എങ്ങനെയാ പുത്രനായിട്ടും ബന്ധുവായിട്ടും ഭർത്താവായിട്ടും കാമുകനായിട്ടും കാമദേവനായിട്ടും ശിക്ഷകനായിട്ടും ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഭഗവാൻ കാണുക. നമ്മളുടെ ജീവിതത്തിലും അതെ. ബന്ധം ഏതുമാകട്ടെ, നിങ്ങളെന്നെ പുത്രഭാവേനയോ അതല്ലെങ്കിൽ ബ്രഹ്മഭാവേനയോ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ആരാധിക്കാൻ പഠിക്കൂ, എങ്ങനെയെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള സമ്മർദ്ദം ഒന്ന് കുറയ്ക്കൂ എന്നല്ലേ ഭഗവാൻ നമ്മളോട് പറയുന്നത്. ഇവിടെ ചാണൂര മുഷ്ടികന്മാരുമായിട്ടുള്ള യുദ്ധം, കുവലയാപീഠത്തിൻ്റെ വധം, കംസവധം, ഇതെല്ലാം നമുക്കൊന്ന് പരാമർശിച്ചതിന് ശേഷം കംസവധം തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു സന്ദർഭമാണത്. കംസവധം അവിടെ വധം നടക്കുന്നേയില്ല. കാരണം എന്താ? കിരീടം താഴെ പോകുന്നു. കംസൻ ആ അന്ത്യനിമിഷത്തിൽ യം യം വ്യാപിക ഭാവം എന്ന് പറഞ്ഞതുപോലെ യം യം വാവിസ്മരേൻ ഭാവം ത്യജത്യന്തേ കളയബരം, ശരീരം വെടിയുന്ന അവസരത്തിൽ മുൻപിൽ കാണുന്ന രൂപം, മനസ്സിൽ തെളിയുന്ന രൂപം, ഭാവനയിൽ നമ്മൾ സങ്കല്പിക്കുന്ന ഭാവം, ഇതൊക്കെയാണ് നമ്മുടെ കൂടെ പോകുന്നതെന്ന് പറയാം. മരണസമയത്ത് ജീവിതകാലം മുഴുവൻ കംസൻ എന്താ ഒരു നിത്യത ഉദ്ധിഗ്നധി സംഭ്രമ ഭക്തിയോടുകൂടി ഭഗവാനെ വീണ്ടും 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 ഇങ്ങനെ ചിന്തിച്ചു, മനസ്സിൽ സ്മരിച്ചു. അവസാന ഘട്ടത്തിൽ കിരീടം താഴെ പോയി എന്നാണ് ഭാഗവതം പറയുന്നത്. കംസൻ്റെ കിരീടം താഴ്പോയി. കിരീടം താഴ്പോയതോടുകൂടി കംസൻ അങ്ങനെ ഈ അധികാരത്തിലൊക്കെ കയറിയിരിക്കുന്ന ആൾക്ക് അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നത്തെ അവസ്ഥ മഹാ കഷ്ടമാണ്. റിട്ടയർഡായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ. അപ്പോൾ അധികാരം നഷ്ടപ്പെട്ട കംസൻ്റെ ഒരവസ്ഥയൊന്ന്, അല്ലെങ്കിൽ ആ സ്ഥിതിയിൽ അവസാന മരണഘട്ടത്തിൽ ഭഗവാനെ മുൻപിൽ കാണുന്നത് ചക്രായുധം ധരിച്ച് നിൽക്കുന്ന ഭഗവാനെയാണ്. ആ ചക്രായുധനെ മനസ്സിൽ കണ്ടുകൊണ്ട് കംസൻ്റെ അന്ത്യം അഥവാ ഒരു തരം സാരൂപ്യമുക്തി കംസൻ നേടിയെടുത്തു എന്നാണ് പറയുക. ഏതായാലും കംസവധത്തിന് ശേഷം ദേവകിയെ സന്ദർശിക്കുന്നു, വിദ്യാഭ്യാസം അനുഷ്ഠാന ക്രിയകളൊക്കെ ചെയ്യുന്നു, ഗുരുദക്ഷിണ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സ്പർശിച്ചു പോവുക മാത്രം. അതിനുശേഷം ഒരു ദിവസം, അതാണ് നമ്മളുടെ വിഷയം, ഒരു ദിവസം ഭഗവാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഉദ്ധവരെ വിളിക്കുന്നു. ഹേ ഉദ്ധവ, എന്താ? നീ വൃഷ്ണികളുടെ നേതാവാണ്, വൃഷ്ണീനാം പ്രവരോ മന്ത്രി. നീ ഒരു കാര്യം ചെയ്യണം. എൻ്റെ സഖായല്ലേ, എൻ്റെ സുഹൃത്തല്ലേ, എൻ്റെ ചങ്ങാതിയല്ലേ, വൃന്ദാവനം വരെ ഒന്ന് പോയിട്ട് വരണം. അതെന്താ കൃഷ്ണ അങ്ങയ്ക്ക് വരരുതോ? ഈ മധുരയിൽ നിന്ന് മധുരയിലേക്ക് കടന്നു ചെന്നാൽ ഒരു മനുഷ്യൻ അവിടെ നിന്ന് വിട്ടുപോരില്ല. കാരണം ഇപ്പോഴും കേസും വഴക്കും നടക്കുന്ന സ്ഥലമാണ് മധുര. ഈ ആഗ്രയുടെയും ഡൽഹിയുടെയും റൂട്ടിൽ കിടക്കുന്ന ഒരു നഗരമാണ് മധുര. നമുക്കറിയാം പണ്ട് കാലം മുതലേ, ഏത് കാലത്തും മധുര ആക്രമണത്തിൻ്റെ മുൻമുനയിലാണ്. ജരാസന്ധൻ്റെ ആക്രമണമുണ്ടായിരുന്നു, കാലയവനൻ്റെ ആക്രമണമുണ്ടായിരുന്നു, കംസൻ്റെ വധത്തിന് ശേഷം കംസൻ്റെ മക്കളിലുണ്ടായിരുന്നു ഗ്രൂപ്പിസം. എങ്ങനെയെങ്കിലും ഉഗ്രസേനെ വലിച്ചു താഴെയിട്ട് അടുത്ത ഭരണത്തിൽ കയറണമെന്നിൽ ആഗ്രഹമുള്ള പലരും അവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് ഫോക്ക് ടൈൽസുകളിൽ പറയുന്നത്.
അതിനുശേഷമോ മുഗളന്മാർ വന്നു, ഖിൽജി വന്നു, ആരൊക്കെ എത്തിയോ അവരൊക്കെ മധുരയെ ആക്രമിച്ചിട്ടുണ്ട്. 100 കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. മധുരയിലും ഡൽഹിയിലും ഒക്കെ ചെന്നാൽ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ. അപ്പോൾ ഈ മധുരയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് പുറത്തേക്ക് വരിക? ഹേ ഉദ്ധവരെ, അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ. വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈതാസഖാ ശിഷ്യോ ബൃഹസ്പതി സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമ. ഹേ ബുദ്ധിസത്തമനായിട്ടുള്ള ഉദ്ധവരെ, ബുദ്ധിയേ ഉള്ളൂ ഭക്തിയില്ല എന്നൊന്നും ഇവിടെ പറയുന്നില്ല. നിൻ്റെ ഒരു ഉദ്ധവരുടെ അങ്ങയുടെ ഒരു സാമീപ്യം ആവശ്യമുണ്ട്. എവിടെയാ? വൃന്ദാവനത്തിൽ. ഒന്ന് പൊയ്ക്കോളൂ. ഞാനവിടെ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, ആ സാന്നിധ്യം മതി. കാരണം ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ ആ രഥത്തിൽ കയറി പോന്നതാണ്. അക്രൂരൻ വന്ന് വിളിച്ചപ്പോൾ അടുത്ത ദിവസം തിരിച്ചു വന്നേക്കാവെന്ന് പറഞ്ഞ് ഞാൻ രഥത്തെ കയറി വന്നു. ഇവിടെ വന്ന് പ്രാരബ്ധം തുടങ്ങി. പിന്നെ എനിക്ക് തിരികെ പോകാൻ പറ്റിയിട്ടില്ല. മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉദ്ധവരൊന്നു ചെല്ലണം. അവിടെ എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, നന്ദബാബുണ്ട്, യശോദാമയ്യുണ്ട്, എൻ്റെ കൂടെ കളിച്ചു വളർന്നിട്ടുള്ള ഒരുപാട് ഗോപാലന്മാരുണ്ട്, എൻ്റെ പൊന്നു കുഞ്ഞാലി പശുക്കളുണ്ട്, ആ യമുനാ നദിയുണ്ട്, അവിടുത്തെ ഞാൻ ചാരി നിൽക്കുന്ന കദംബ മരമുണ്ട്. ഉദ്ധവരെ ഒന്ന് പോയി കണ്ടിട്ട് വരൂ. ഞാൻ എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ? പറയാൻ എന്തെങ്കിലും തോന്നിയാൽ പറയുക. അവരോട് ഒരു കാര്യം വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം, വിഷമിക്കണ്ട, മാ ശുച, ദുഃഖിക്കരുത്, ഒന്ന് പോയിട്ട് ഈ വിഷയം ഒന്ന് പറയുക, അതിനുശേഷം മടങ്ങി വരിക. അങ്ങനെ ഉദ്ധവരുടെ ഒരു യാത്ര. ഈ ഉദ്ധവരുടെ വൃന്ദാവന യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഉദ്ധവർ എവിടേക്കാണ് പോകുന്നത്? ജ്ഞാനികളുടെ സമീപത്തേക്കല്ല, പണ്ഡിതന്മാരുടെ സമീപത്തേക്കല്ല, വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ സമീപത്തേക്കല്ല, നഗരത്തിലേക്കല്ല, കൊട്ടാരത്തിലേക്കുമല്ല. പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള, ഒരു പക്ഷേ നമ്മളെ അത്രയും പോലും ജീവിത സാഹചര്യങ്ങളില്ലാത്ത, ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രാരബ്ധവും ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിച്ചിട്ടും അതെല്ലാം മറന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ സമീപത്തേക്ക് എത്തണം. അങ്ങനെ ഉദ്ധവർ വൃന്ദാവനത്തിലേക്ക്, പഴയ രഥമുണ്ട്, അക്രൂരം വന്ന രഥം, ആ രഥമൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തെടുത്തു. അതേ രഥത്തിലേക്ക് വീണ്ടും രഥത്തിലൂടെ വീണ്ടും വരികയാണ്. യമുനാ നദിയുടെ തീരത്തൂടെ വന്നു. കേശിയെ വധിച്ച കേശി ഘട്ട് കണ്ടു, യമുനാ നദി കണ്ടു, പറക്കുന്ന വണ്ടുകളെ കണ്ടു, കിളികളെ കണ്ടു. ഏതാണ്ടൊരു സന്ധ്യാസമയത്തോടുകൂടി ഉദ്ധവർ പതുക്കെ മെല്ലെ നന്ദഗോപരുടെ ഗ്രഹത്തിൻ്റെ മുൻപിലെത്തി. അപ്പോൾ സന്ധ്യാസമയം. നന്ദഗ്രഹത്തിലെത്തിയ ഉദ്ധവരെ യശോദാമ്മയെ സ്വീകരിച്ചു, നന്ദഗോപര് സ്വീകരിച്ചു. അകത്തേക്ക് കടന്നിരിക്കാം, കാല് കഴുകിക്കോളൂ, സന്ധ്യാവന്ദനം കഴിച്ചോളൂ, ആചമനം കഴിച്ചോളൂ. കുളി പതിവുണ്ടോ? അതോ ജലദോഷമാണോ? വേണ്ടാന്നുണ്ടോ? അല്ല, ഞാൻ കുളിക്കണം, യമുനാ നദിയിലൊന്ന് കുളിക്കണം. അവിടെ പൈപ്പിൻ്റെ ചോട്ടിലാണ് കുളിക്കുന്നത് മധുരയിൽ. യമുനാ നദിയിൽ ചെന്നു, കുളിയൊക്കെ കഴിഞ്ഞു. സുഖമായിട്ട് സന്തോഷമായിട്ട് ചപ്പാത്തി പരിപ്പ് കറിയും കൊടുത്തു. പിന്നെ ധാരാളം പാൽ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് പാല് കൊണ്ടുള്ള വിവിധ വിഭവങ്ങളൊക്കെ കഴിച്ച് ഒരു കയറ് വരിഞ്ഞ കട്ടിലെടുത്ത് മുറ്റത്തിട്ട് യമുനാ നദിയിൽ നിന്ന് വരുന്ന കാറ്റും കൊണ്ട് ഉദ്ധവരങ്ങനെ ഇരുന്നു. എന്താ പറയുക? നന്ദഗോപുര മുൻപിൽ വന്നിരിക്കുന്നുണ്ട്. അകത്താരെങ്കിലും കേൾക്കുന്നുണ്ടോ അറിയില്ല. യശോദാമ്മയെ അടുക്കളയിലെ ജോലിയൊക്കെ ആയിരിക്കാം, പാത്രത്തിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാം. ഞാൻ എന്താ ഇവരോട് പറയുക? നന്ദഗോപുര് കുറേ നേരം നോക്കി നിന്നു. അന്തരീക്ഷത്തിന് മെല്ലെ കനം വെച്ചു വന്നു. രാത്രി ഏറെ വൈകുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. നന്ദഗോപുര് കംസൻ്റെ കഥ ചോദിച്ചു, വസുദേവരുടെ കഥ ചോദിച്ചു, ദേവകിയുടെ കഥ ചോദിച്ചു, മധുരയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഒക്കെ ചോദിച്ചിട്ട് ഒടുവിൽ മെല്ലെ പറഞ്ഞു, ഗോവിന്ദൻ വരുമോ? പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കഷ്ടമാണ് ഞങ്ങളുടെയൊക്കെ അവസ്ഥ. അതെന്താ കഷ്ടമെന്ന് പറയാൻ? എന്താണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങും അവൻ്റെ ഗന്ധം തങ്ങി നിൽക്കുകയാണ്. സാധാരണ ഒരു കുട്ടി കടന്നു പോയതുപോലെ ഉദ്ധവരെ അറിയുമോ? വർഷങ്ങൾക്ക് മുൻപ് ഒരു കോരിച്ചൊഴിയുന്ന മഴയത്ത് അവിടെ ഗോകുലത്തിൽ വൈക്കോല് മൂടിയ വീടിൻ്റെ മുൻപിലെ വരാന്തയിൽ ഞാനൊരു പാതിരാത്രിക്ക് അങ്ങനെ
യമുനാ നദിയിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ശബ്ദം കേട്ടു ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അതാ ഒരു വല്ലത്തിലൊരു കാർമേഘത്തുണ്ടിനെ വഹിച്ചുകൊണ്ട് വസുദേവർ ഇവിടെ കടന്നു വന്നു. ഞാൻ അത്രയൊന്നും വിചാരിച്ചില്ല. അവനിവിടെ വന്നു, ഞാനതിനെ ഏറ്റുവാങ്ങി യശോദാമയ്യയുടെ സമീപത്ത് കിടത്തി. പിന്നെ ആ കുഞ്ഞ് ഞങ്ങളുടെ ജീവനായി കരളായിട്ട് മാറുകയായിരുന്നു. ഈ ഗോകുലത്തിലും വൃന്ദാവനത്തിലും പിന്നെ ഒരു ദിവസം പുലർന്നിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണപ്പുലരികളായിരുന്നു. ഓരോ സന്ധ്യയും കൃഷ്ണസന്ധ്യകളായിരുന്നു. ഇവിടെ ഉള്ളവരൊക്കെ തന്നെ കൃഷ്ണ ചങ്ങാതിമാർ, കൃഷ്ണ സുഹൃത്തുക്കളായി, കൃഷ്ണ വധുക്കളായി. ഞങ്ങളൊക്കെ കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയായി പേര്. എന്നെങ്കിലും ഒന്ന് വരുമോ ഞങ്ങൾക്ക് കാണാൻ? തിടുക്കമായി, കൊതിയായി. അകത്ത് നിന്ന് ഒരു ചെറിയ തേങ്ങൽ കേട്ടു. ഗോമയം മെഴുകിയ തറയിൽ മുണ്ടിൻ്റെ തലപ്പ് കൊണ്ട് വാ പൊത്തി നിന്ന് മയ്യ കരയുക. യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്തി അശ്രുണി അവസ്രാക്ഷേത് സ്നേഹസ്നുതപയോധര. മാസങ്ങൾ ഇത്രയായിട്ടാണെങ്കിലും വേറൊരാഗ്രഹവുമില്ല. ഞാൻ ആകപൃഷ്ടം ന പാരമേഷ്ടി ഒന്നും വേണ്ട. ആ ജന്മത്തിനെ കുറിച്ച് പോലും ചിന്തയില്ല, മോക്ഷത്തെക്കുറിച്ച് പോലും ചിന്തയില്ല. ഒരു നിമിഷം ഒന്ന് കണ്ടാൽ മതി. ഗുരുവായൂരപ്പ വേറെ ഒന്നും ഒരാഗ്രഹവുമില്ല. കാരണം ഈ ജീവിതകാലം മുഴുവൻ മറ്റൊന്ന് അതുവരെയുള്ളത് കൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാനെ കയ്യിൽ കിട്ടിയ കാലവും അതിന് ശേഷമുള്ള കാലവും രണ്ടും രണ്ടാ. പിന്നെ ജീവിതത്തിലെ കഷ്ടപ്പാടൊന്നും അറിഞ്ഞിട്ടില്ല. മുഴുവൻ ശരീരം മനസ്സ് മുഴുവൻ അവനെയും കൊണ്ട് നടക്കുകയായിരുന്നു. ഓർക്കുന്നില്ലേ കൃഷ്ണനെക്കുറിച്ച്? അവൻ എന്താ ഞങ്ങളെക്കുറിച്ച് ഓർക്കാത്തത്? ഞങ്ങൾക്കാണെങ്കിൽ മറ്റൊരു ചിന്തയില്ല, അവൻ മറ്റു ചിന്തകളേ ഉള്ളൂ. ആ അവസ്ഥയിലേക്ക് എത്തിയല്ലോ. ഉദ്ധവർ പറഞ്ഞു, എൻ്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെയൊരു ചിന്തയുണ്ടായല്ലോ മനസ്സിൽ. നിങ്ങൾക്ക് വേറൊന്നും ആലോചിക്കാനില്ല, ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഞങ്ങളൊക്കെ അവിടെ മധുരാപുരിയിൽ കൃഷ്ണൻ സമീപത്തുള്ളത് കൊണ്ടായിരിക്കാം കൃഷ്ണനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ അവസരമില്ല. കൃഷ്ണൻ സമീപത്തുള്ളപ്പോൾ കൃഷ്ണനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ജബ് രാം സാത്ത് മേ ഥേ, ഹിന്ദി കവിതയുണ്ട്, തോ സീതാ കോ സോനെ കാ ഹിരൺ ചാഹിയേ ഥാ. ഭഗവാൻ രാമൻ അടുത്തുണ്ടായിരുന്ന സമയത്ത് സീതയ്ക്ക് വേണ്ടത് സ്വർണമാനിനെ. പിന്നീട് അതേ സീത സ്വർണലങ്കയിൽ പോയിരുന്നപ്പോൾ ഹായ് രാം കർത്തേ രഹ. ആ രാമനെ വിട്ടിട്ട് സ്വർണം മുഴുവൻ മുഴുവൻ സ്വർണമാണ്. നിലത്ത് മണ്ണ് മാന്തിയാൽ അവിടെ കിട്ടുന്നത് സ്വർണമാണ്. സ്വർണം പോരായിരുന്നോ സീതയെ? സ്വർണം വാരി എടുക്കരുതായിരുന്നോ നിനക്ക്? എനിക്ക് സ്വർണം വേണ്ട, ഹായ് രാം, ഞങ്ങൾക്ക് രാമനെ മതി, എനിക്ക് രാമനെ മതി എന്ന് സീത പറഞ്ഞതുപോലെ കൃഷ്ണൻ കണ്ണയ്യ ഞങ്ങളുടെ സമീപത്ത് നിന്ന് വിട്ടുപോയപ്പോൾ ഞങ്ങൾക്ക് വേറൊന്നും തന്നെ ചിന്തിക്കാനാവില്ല. അപ്പോൾ ഈ ഒരു ഭക്തി എന്നല്ല, മറ്റൊരു ചിന്തയില്ലായ്മ, മനസ്സ് മുഴുവൻ, ശരീരം മുഴുവൻ, തലച്ചോറ് മുഴുവൻ കൃഷ്ണഗീതികൾ നിറഞ്ഞിട്ടുള്ള ഭക്തി. ഇതല്ലേ ഭക്തി എന്ന് പറയുന്നത്, മറ്റൊരു ചിന്തയുമില്ലാത്തത്. ആ ഉദ്ധവർ രാത്രി കടന്നു, വളരെ വൈകിയാണ് ഉറങ്ങിയത്. പുലരിയിൽ എവിടെയോ വെച്ച് വീണ്ടും ഇങ്ങനെ പാട്ട് കേട്ടു. എന്താ? വൃന്ദാവനത്തിലെ പാട്ട്, ഗോപികമാർ പാടുന്ന പാട്ട്, കൃഷ്ണ വധുക്കൾ പാടുന്ന പാട്ട്. ഹേ കൃഷ്ണ കന്നയ്യ, ഹേ കന്നയ്യ മോഹന ബാസുരി ബജായേ, ബാസുരി വംശിയൂതുന്ന ഒടക്കുഴലൂന്ന കന്നയ്യ നീ എവിടെയാണ് എന്ന് തുടങ്ങുന്ന പാട്ട്. ഉദ്ധവർ വേഗം എഴുന്നേറ്റു, യമുനാ നദിയിൽ കുളിച്ചിട്ട് വരുന്ന വഴിയൊക്കെ എന്താ, ധാരാളം ഗോപികമാരെയും ഗോപന്മാരെയും ഒക്കെ കണ്ടു. അവർ വെളുപ്പംകാലത്ത് ബൂത്തിൽ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദബാബുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ പറയുന്നു കേട്ടു, അവിടെ ഒരു രഥം കിടക്കുന്നു. ആരാ വന്നത്? കന്നയ്യ വന്നോ? അല്ല, വേറൊരാളെ അയച്ചു. എന്തോ മെസ്സേജുമായിട്ടാണ്, സന്ദേശവുമായിട്ടാണ് അയച്ചിരിക്കുന്നത്. അവൻ്റെ സന്ദേശം. ഞങ്ങൾക്ക് വേണ്ടത് അവനെയാണ്, അവൻ്റെ സന്ദേശമല്ല. പകരം ഞങ്ങൾക്ക് ഒരാളിനെ ആവശ്യമില്ല. കൊച്ചു കുട്ടികൾ ഉറക്കെ കരയും, അമ്മേ 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 എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്തു ചെയ്യും? ഒരു പാത്രം കൊണ്ട് കൊടുക്കും, ഇത് കളിച്ചുകൊണ്ടിരിക്കൂ. അത് തട്ടി മാറ്റിയിട്ട് പറയും, അമ്മേ അമ്മേ അമ്മേ. എന്തിനാ നീ കരയുന്നത്? എനിക്ക് കളിപ്പാട്ടം വേണ്ട,
എനിക്കൊന്നും കഴിക്കണമെന്നില്ല, അമ്മ അടുത്ത് വന്നിരുന്നാൽ മാത്രം മതി എനിക്ക്. നമ്മളൊക്കെ അകന്ന് നിൽക്കുന്ന ഗോപവധുക്കൾ ഉറക്കെ വിളിക്കുക, എൻ്റെ കൃഷ്ണ എനിക്ക് വേറൊന്നും വേണമെന്നില്ല. കാരണം പ്രാരബ്ധം കൊണ്ട് മതിയായി. ജീവിതത്തിൻ്റെ ഈ പറയുന്ന ഭൗതിക വസ്തുക്കളൊക്കെ കണ്ടും കൊണ്ടും കഴിച്ചും മതിയായി. ഇനി ഞങ്ങൾക്കൊരു കളിപ്പാട്ടവും വേണ്ട, വേണ്ടത് ഒന്നേ ഉള്ളൂ, ഹേ കന്നയ്യ നിൻ്റെ സാമീപ്യം. എവിടെ പോയി? ചില ഗോപികമാർ പറഞ്ഞു ഇന്നലെ രാത്രി വന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് രഥത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ. മറ്റൊരു ഗോപിക പറഞ്ഞു അവൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട്. കാരണം ചില ദിവസങ്ങളിലൊക്കെ ആ പശുക്കിടാവേ അതിന് കാല് വയ്യാതിരുന്നപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കാലൊക്കെ നേരെയായി. ഒരു സംശയമില്ല, കന്നയ്യ വന്നവൻ്റെ കാല് തിരുമ്മി കൊടുത്തിട്ടുണ്ടാവാം. കദംബമരം പൂത്തു, കാട്ടുതേക്ക് അത് പൂത്തു ഇന്നലെ, അവൻ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വംശി ഊതിയിട്ടുണ്ടാവാം. അങ്ങനെ കൃഷ്ണ കഥകൾ മാത്രം. ഒരു ഗ്രാമം, ഒരു ദേശം, അവിടെ മുഴുവൻ കൃഷ്ണൻ്റെ ഗീതികൾ, അങ്ങനെ കാറ്റിൽ തരംഗങ്ങൾ പോലെ ഭഗവാന്റെ കഥകൾ മാത്രം. ചില ഗ്രഹങ്ങളിൽ ചെന്നാലുണ്ട് ഇല്ലേ, ചില വീടുകളിൽ ചെന്നാൽ അവിടെ അറിയാം നമുക്ക് കൃഷ്ണ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ചില വീടുകളിൽ ചെന്നാൽ മരിച്ചുപോയ കാർന്നവന്മാരുടെ ഫോട്ടോ ആയിരിക്കും മുഴുവൻ നിരത്തി വെച്ചിരിക്കുന്നത്. അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ എല്ലാം കൂടെ ആ മുറിക്കകത്തൊരു ഇരുട്ടായിരിക്കും. ചില വീടുകളിൽ അങ്ങനെയല്ല. മുറ്റത്ത് ചെന്നാൽ അവിടെ മുതൽ തുളസിത്തറ മുതൽ നമുക്കറിയാം കൃഷ്ണൻ്റെ. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ, ഗുരുവായൂർ ക്ഷേത്രമൊന്നും കൂട്ടണ്ട, പല വീടുകളിലും അമ്മമാരൊക്കെ അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. നമ്മൾ ഈ ഗോപവധുക്കളുടെ കാര്യവും വൃന്ദാവനത്തിലെ വ്രജവാസികളുടെ കാര്യവും പറയുമ്പോൾ അവിടെയുള്ള ആളുകളെന്ന് വിചാരിക്കരുത് കേട്ടോ. ഈ ഗോപികമാർ നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ ഈ 10 ദിവസവും 11 ദിവസവും അവധിയെടുത്തും ദൂരെ നിന്ന് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഇവിടെ എത്തി ഈ പരിമിതമായ സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളെ വേറെ എന്തു പേരാണ് വിളിക്കേണ്ടത്? ഗോപികമാരെന്നല്ലാതെ. കൃഷ്ണൻ്റെ കഥയായതുകൊണ്ട് മാത്രം. അല്ലാതെ ഇവിടെ ഹരേ രാമ എന്ന് എഴുതിയ ഒരു ഷാള് തോളത്തിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. കൃഷ്ണൻ്റെ കഥ ഹരികഥ ആയതുകൊണ്ട് മാത്രം, ഭഗവാന്റെ കഥയായതുകൊണ്ട് മാത്രം വിഡ്ഢിത്തമാണെങ്കിലും പറഞ്ഞു പോകട്ടെ. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കൃഷ്ണ എന്നുള്ള പേര് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് സഹിച്ചിരിക്കുന്നതല്ലേ നമ്മളെയൊക്കെ. ആ ഒരു പേര്, ആ ഒരൊറ്റ ലേബലിലാണ്, ആ ഒരൊറ്റ ഡെസിഗ്നേഷനിലാണ്, ആ ഒറ്റ പദവിയിലാണ് നമ്മളൊക്കെ കേൾക്കുന്നതും പറയുന്നതും കാണുന്നതും ഒക്കെ. ഗോപവധുക്കൾ അല്ലെങ്കിൽ കൃഷ്ണവധുക്കൾ തന്നെ നമ്മൾ. ആ ഒരു വ്രജവാസികളുടെ നമ്മളെന്താ ആഗ്രഹിച്ചിരിക്കുന്നത്? അറിഞ്ഞും അറിയാതെ ചൊവ്വല്ലൂരിൻ്റെ ഒരു കവിതയുണ്ട്, ഹേ ഭഗവാനെ നിൻ്റെ ഗുരുവായൂരപ്പ ഞാൻ നിൻ്റെ മുൻപിൽ പരിഭവം മാത്രമേ പറഞ്ഞതുള്ളൂ, പരാതി മാത്രമേ പറഞ്ഞതുള്ളൂ. എന്തെങ്കിലും നല്ല കാര്യം ചെന്ന് പറയാറുണ്ടോ കൃഷ്ണൻ്റെ മുമ്പിൽ ചെന്ന്? എന്നും പരിഭവമാണ്. എത്ര പരിഭവം കഴിഞ്ഞാലും അടുത്ത മാസം ചെല്ലുമ്പോഴും പിന്നെയും പരിഭവമാണ്. പരിഭവം പറഞ്ഞ് ഇതൊക്കെ കേട്ടിട്ട് മൂപ്പർ ഇന്നു വരെ ഇനി ഇത് പറയണ്ട കേട്ടോ, ഞാൻ കേട്ടു മടുത്തു, പറഞ്ഞിട്ടില്ല. പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഉള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്, അത് തന്നോളാം സമയമാകുമ്പോൾ. നിങ്ങളുടെ പരിഭവവും പരാതിയും തുടർന്ന് പറഞ്ഞോളൂ. ഇത്രയൊക്കെ പരിഭവം ഗോപികമാരും ഇവിടെ പറയുന്നത് പരിഭവങ്ങളാണ്, പരാതികളാണ്. അവർക്കെന്ത് ചെയ്തു? അവരെന്നു വരൂ ഇനി? ജബ് രാം സാഥ് മേ ഥേ, ഞങ്ങളുടെ അവിടേക്ക് രാമൻ സീതയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് രാമനെ കാണാതെ സ്വർണത്തിന് വേണ്ടി ആഗ്രഹിച്ച സീതയെപ്പോലെ അവൻ ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അവനെ കണ്ടു മതിയായില്ല. അപ്പോഴൊക്കെ ഞങ്ങൾ പലപ്പോഴും അവനുമായി വഴക്കടിച്ചിട്ടുണ്ട്, വിറ്റുപോയിട്ടുണ്ട്, പരിഭവം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, ആ ഭഗവാനെ അങ്ങയുടെ ആ ഒരു സാമീപ്യം മാത്രം മതി. എന്തുകൊണ്ടാണ് ഈ ബന്ധത്തിനുള്ള ഗുണം? ഈ ബന്ധത്തിൽ എന്താ? വിരഹമുണ്ടെങ്കിലും വിരഹത്തിന് വേദനയില്ല. ഈ വിരഹം ഉണ്ടെങ്കിലും കണ്ണീരിൻ്റെ ഉപ്പുരസമല്ല, മധുരരസമാണ്. കണ്ണീര് രണ്ടുണ്ടെന്നാണ് പറയുന്നത്. ദുഃഖം വരുമ്പോൾ നമ്മൾ ആദ്യം അത് ടെസ്റ്റ് ചെയ്യാറില്ല. ദുഃഖം വരുമ്പോൾ വരുന്ന കണ്ണീരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, പക്ഷേ മറന്നുപോകും അപ്പോഴൊക്കെ.
സന്തോഷം വരുമ്പോൾ ആ വരുന്ന കണ്ണുനീരൊന്ന് ടേസ്റ്റ് സന്തോഷത്തിൻ്റെ കണ്ണുനീരിന് മധുരമാണെന്നും അത്തരം കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ ബ്ലഡിൽ ഡോപ്പോമൈൻ പോലെയുള്ള ഉന്മേഷമുണ്ടാക്കുന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുമെന്ന് സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കാത്തത് കൊണ്ട്. ഇവിടെ വിരഹം കൃഷ്ണൻ്റെ വിരഹമായതുകൊണ്ടുള്ള പ്രത്യേകത എന്താ? അതിന് മധുരമുണ്ട്. ആ ദുഃഖത്തിന് നമ്മുടെ മറ്റാളുകളെ പോലെയല്ല. മറ്റെല്ലാ ബന്ധങ്ങളും കവി പറഞ്ഞ പോലെ മനുഷ്യബന്ധങ്ങൾ ചുടല വരെ, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആരും, ഒരു ഭൗതിക ജീവിയും ഒരു ഭൗതിക വസ്തുവും അങ്ങേയറ്റം വരെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ വയ്യ. അതാ ചുടലയ്ക്കപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾക്കൊന്നും നമുക്ക്. എറണാകുളത്തുള്ള ഒരു വല്യമ്മ വിൽപ്പത്രം എഴുതി വെച്ചു അത്രേ. ആ വിൽപ്പത്രത്തിൽ ഒരു കണ്ടീഷൻ ഇതായിരുന്നു: ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചിതാഭസ്മം ഒരു കുടത്തിനകത്താക്കി ലുലു മാളിൻ്റെ മുമ്പിൽ കുഴിച്ചിടണം. അപ്പോൾ ആരോ ചോദിച്ചു, എന്താ ലുലു മാളിൻ്റെ മുമ്പിൽ? എന്നാലേ എൻ്റെ ബന്ധുക്കൾ വല്ലപ്പോഴും ഒക്കെ വന്ന് ആ മാസത്തിലൊരിക്കലെങ്കിലും വന്നൊന്ന് സന്ദർശിക്കുക. ഇതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ ബന്ധവും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സാമീപ്യവും നമുക്ക് ആഗ്രഹിക്കാനാവില്ല, ഭഗവാൻ ഒഴിച്ച്. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തോറും പറയുമ്പോഴും ഗോപവധുക്കളുടെ കണ്ഠമിടറുന്നു. ഗായന്ത്യ പ്രിയകർമാണി രുദത്യശ്ചഹത ഹ്രിയ തസ്യ സംസ്മൃത്യ യാനി കൈശോരബാലയോ. അപ്പോൾ കൈശോര ബാല്യങ്ങളെ സംബന്ധിച്ച് കഥകൾ പറഞ്ഞ് ആ ബാല്യത്തിനെ സംബന്ധിച്ച് യാനി കൗശോര ബാല്യയോ സംസ്മൃത്യ വീണ്ടും 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 ഓർത്തോർത്തോർത്ത് എന്ത് ചെയ്തു? ഈ യമുനാ തടങ്ങളിൽ വൃന്ദാവനക്ക് കൃഷ്ണ കന്നയ്യ ഹേ സബ്കി ആംഖോം കെ താര, ഞങ്ങളുടെ നക്ഷത്രം, കണ്ണിലെ നക്ഷത്രമായിരിക്കുന്ന ഹേ കൃഷ്ണ, നീ ഇനി എന്ന് വരും? അതോ നീ പറ്റിക്കുകയാണോ? നമുക്ക് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ഈ രാവിലെ തുളസിത്തറയിലും വിളക്ക് വെച്ച് ഈ 18 വർഷമായി രാവിലെ വന്നിട്ട് ഈ നിർമാല്യവും തൊഴുത്, ഗുരുവായൂരപ്പ നീ ഉണ്ടോ? ഒന്ന് വാ തുറന്ന് പറയൂ, നീ ഉള്ളതാണോ? ഇല്ലെങ്കിൽ എനിക്ക് വേറെ പണിക്ക് പോകാമായിരുന്നു. നീ വേറെ ഏത് പണിക്ക് പോവാനാ കുട്ടാ? വേറെ ഒരു പണിയില്ല, അതും ഒരു സത്യം. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നീ ഉണ്ടോ? നീ സത്യമാണോ? നീ ഒന്ന് വരുമോ? ഇതുവരെ വന്നിട്ടില്ല. അതെന്താണ്? അതുകൊണ്ടാണ് ഗോപികമാർക്കും അതേ പരിഭവം. മധുപ ഹിതവ ബന്ധോ മാസ്പൃശാഘ്രീൻ സപജ്ഞ കുജവിലുളിതമാല കുങ്കുമസ്മശ്രുഭിർന കുചവിലുളിതമാല കുങ്കുമസ്മശ്രുഭിർന. തൊടരുത് ഹേ വണ്ടേ. മധുപ, ഇതിലെ പറന്ന് നടക്കുന്ന വണ്ടുകളോട് എന്താ പറയുന്നത്? നീ നിൻ്റെ സ്വാമിയെപ്പോലെ തന്നെയാണ്. വരും, ഞങ്ങളെ കൊതിപ്പിക്കും, തൊട്ട് തലോടും, സാന്ത്വനങ്ങൾ പറയും. അത് കഴിഞ്ഞാലോ നീ പറന്ന് 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 അകലേക്കു പോകും. ഞങ്ങൾ പൂക്കളാണ്, ഞങ്ങളൊക്കെ സാധാരണ ജനങ്ങളാണ്. നിനക്കങ്ങനെ പലരും ഉണ്ടാകും നിന്നെ എടുത്തുയർത്താൻ വേണ്ടിയിട്ട്. നിനക്ക് വലിയ വലിയ എന്താ പറയുക, നഗരങ്ങളിലെ വലിയ ബന്ധങ്ങളുണ്ട് നിനക്ക്. അവിടെ ഉരസി സതതം ശ്രീർവധുസാകമാസ്തേ. അവിടെ എന്ത് ചെയ്യും? ശ്രീർവധു നഗരങ്ങളിൽ ഏത് സമയവും നീ സമ്പന്നതയുടെ നടുവിലാണ് കഴിയുന്നത്. തിരുപ്പതി ഭഗവാനെ, എത്ര സ്വർണ്ണമാണ് നിൻ്റെ കയ്യിൽ. നമ്മുടെ അവസ്ഥയോ? അതുകൊണ്ട് നീയും ഞാനും തമ്മിൽ എന്താ? നീ വരില്ല, ഉണ്ടാവില്ല. വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റാണ്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ഭഗവാൻ എന്നെങ്കിലും ഒരിക്കൽ നമ്മളെ സമീപിക്കുമോ, നമ്മളെ അനുഗ്രഹിക്കുമോ, അടുത്തു വരുമോ എന്ന കാര്യത്തിൽ ശങ്കയുണ്ടാകും. ക്വചിതവി സകഥാന കിങ്കരീണാം ഗൃണീതേ. അവൻ്റെ കൂടെ അവൻ്റെ വാക്ക് കേട്ട് പിന്നാലെ നടന്ന് പശുക്കളുടെ പിന്നാലെ കുട്ടികൾ കുഞ്ഞു പശുക്കൾ നടക്കുന്നത് പോലെ അവൻ്റെ വാക്ക് കേട്ട് നടന്ന ഞങ്ങളെ ഓർക്കുന്നുണ്ടോ? 18 വർഷം നിർമാല്യം തൊഴുതത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിലും പോയി
20 രൂപ മുടക്കി എന്താ പുഷ്പാഞ്ജലി കഴിച്ചതാണ്. ഗുരുവായൂരപ്പ, നിൻ്റെ കയ്യിൽ വല്ല അക്കൗണ്ടും ഉണ്ടോ? ഞങ്ങളുടെ കയ്യിൽ അക്കൗണ്ടുകളുണ്ട്. എന്നിട്ടും ഒന്ന് നോക്കിയില്ലല്ലോ, എന്നിട്ട് നീ ഒന്ന് കടാക്ഷിക്കുന്നില്ലല്ലോ. ഈ ഉദ്ധവദൂതും സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ മനസ്സിലെ ആശങ്കകൾ തന്നെയാണ്. യോഗികൾക്കുണ്ടാകും, യോഗികളുടെ മനസ്സിലൊരു ഡാർക്ക്നെസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സന്യാസി ഇതെടുത്ത് എന്താ സന്യാസ ദീക്ഷ സ്വീകരിച്ച ആളുകൾക്ക് അവർക്ക് പ്രത്യേക കൗൺസിലിംഗ് ആ സമയത്ത് കൊടുക്കും. സന്യാസിയൊക്കെ ആദ്യം ഒരു ആവേശമൊക്കെ ഉണ്ടാകും, വീട്ടിലെ എന്തെങ്കിലും പ്രശ്നം മതിയല്ലോ. സന്യാസം സ്വീകരിക്കാൻ ഭീരുത്വം മാത്രം മതി, സന്യാസം വിടണമെങ്കിൽ ധീരത വേണമെന്നും പറയും. അപ്പോൾ ഏതായാലും വീട്ടിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് നമ്മൾ പോയി സന്യാസം സ്വീകരിക്കും. സന്യാസം സ്വീകരിച്ച് കഴിയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ചെറിയ ഡാർക്ക്നെസ് ഉണ്ടാകും. എന്താ, ഞാൻ ചെയ്തത് ശരിയായിരുന്നോ, അവിടെ ഇരുന്നാൽ പോരായിരുന്നോ? ആ കഥയാണ് നമ്മുടെ കർഹിജിത്ത് അധ്യായത്തിൽ പറയുന്നത്. ഭാഗവതം പറയുന്നത് കഥകളല്ല, എല്ലാം നമുക്കറിയാം. ഈ സാധകൻ്റെ ജീവിതത്തിലെ താളങ്ങളും താളഭംഗങ്ങളുമാണ്. കർഹിജിത്ത് അധ്യായം ആ സന്യാസിയുടെ ജീവിതത്തിലെ ആധ്യാത്മിക ജീവിതത്തിലെ അന്ധകാരത്തിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. അപ്പോൾ ഇവിടെ ഓരോ ഭക്തൻ്റെ മനസ്സിലുമുണ്ട് സംശയങ്ങൾ. കാര്യം വലിയ ചന്ദനക്കുറിയും കുങ്കുമക്കുറിയും ഒക്കെ തൊട്ട് നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു സംശയമുണ്ട്. നിരീശ്വരവാദിയും സംശയത്തിലാണ്, ശരിയാണോ, ഇനി നമ്മളിങ്ങനെ നടന്നു വന്നത് പാപമാണോ ദുഃഖമാണോ? നിരീശ്വരവാദിക്കും സംശയം, ഈശ്വരവാദിക്കും സംശയം. സംശയങ്ങളുടെ നടുവിലാണ്. അവരോടാണ് ഭഗവാന്റെ ഈ സന്ദേശം. അതുകൊണ്ടാണ് ബുദ്ധിസത്തമനായിട്ടുള്ള ഉദ്ധവരെ തന്നെ അയക്കാൻ. ഉദ്ധവ, മനസ്സാണത്. ഇവിടെ ഭക്തി എന്ന് പറയുന്നത് ഹൃദയം കൊണ്ടുള്ള ഭക്തിയാണ്. ഹൃദയം കൊണ്ടുള്ള ഭക്തിക്ക് ഉറപ്പ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബുദ്ധിയുടെ സപ്പോർട്ട് വേണം, വിശേഷ ബുദ്ധിയുടെ സപ്പോർട്ട് കൂടെ വേണം. അതിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുക. ജ്ഞാനം കൂടി ഇത്തിരി ചേർക്കണം, കാരണം ജ്ഞാനമില്ലാത്ത ഭക്തി വഴിതെറ്റിപ്പോവും. അതുകൊണ്ട് ഈ ഒരു ജ്ഞാന സന്ദേശവുമായിട്ടാണ് ഉദ്ധവരുടെ യാത്ര. ഇവിടെ ഗോപികമാർ നിലവിളിച്ച് കരഞ്ഞു പറയുകയാണ്, ഭഗവാനെ എന്നെങ്കിലും ദിവസം ഏതെങ്കിലും ഒരവസരത്തിൽ ഞങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടാകുമോ? ഈ വ്രജവാസികളെക്കുറിച്ച് ഓർക്കുന്നുണ്ടാകുമോ? വേണ്ട, ഞങ്ങളെക്കുറിച്ച് ഓർക്കണ്ട. ആ സാധു അച്ഛൻ നന്ദബാബുവിനെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? യശോദാമയ്യ കരഞ്ഞ് 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 കണ്ണുനീര് വറ്റിയ ആ സാധുവിനെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? എന്നെങ്കിലും ഒരിക്കൽ അവനൊന്ന് വരുമോ, വരാൻ തോന്നുമോ? വൃന്ദാവനത്തിലെ ഉത്ഫുല്ല ആയിട്ടുള്ള മല്ലികകളെക്കുറിച്ച് അവൻ ഓർക്കുന്നുണ്ടോ? ആ ശരത്കാല സന്ധ്യകളെക്കുറിച്ച് അവൻ ഓർക്കുന്നുണ്ടോ? കൃഷ്ണഗീതികളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? കുസുമിത വനരാജികളെക്കുറിച്ച് അവൻ ഓർക്കുന്നുണ്ടോ? യമുനയിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റിനെക്കുറിച്ച് അവൻ ഓർക്കുന്നുണ്ടോ? ആ യുഗളഗീത വേണ്ട, ഒന്നും പറയണ്ട, എല്ലാം മറന്നിട്ടുണ്ടാവാം. കാരണം ഇപ്പോൾ പൂവിന് മണമില്ല, ഇപ്പം നിലാവിനിട്ട് കുളിരുമില്ല. ചന്ദനത്തിൻ്റെ സുഖം, ചന്ദനം തൊട്ട പൊള്ളും. സരസമസൃണമപി മലയജ പങ്കം പശ്യതി വിഷമിവ വപുഷി ശശങ്കം. ചന്ദനത്തിൻ്റെ ഗന്ധം പോലും, ചന്ദനത്തിൻ്റെ തണുപ്പ് പോലും ഇല്ലാത്ത, അനുഭവിക്കാത്ത ഞങ്ങളിതാ തോറ്റുപോയിരിക്കുന്നു. ഹേ ഗോവിന്ദ, ഞങ്ങൾ നിൻ്റെ മുമ്പിൽ, കാരണം ഞങ്ങൾക്ക് നിന്നെ മറക്കാനാവുന്നില്ല. ഈ കഥകളൊക്കെ കേട്ടപ്പോൾ ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥ, ആർത്തിനാശന, മഗ്നമുഗ്ധര ഗോവിന്ദ, ഗോകുലം വ്രജിനാർണവാദ്, ഗോകുലം നിലവിളിക്കുകയാണ്, ഞങ്ങളെ ഒന്ന് ഉയർത്തൂ, ദുഃഖ സമുദ്രത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഉയർത്തൂ എന്ന്. ഈ അവസ്ഥ, വ്രജനിവാസികളുടെ ഈ അവസ്ഥ കഴിഞ്ഞപ്പോൾ കേട്ടപ്പോൾ വസുദേവരുടെ കഥ, ഇവിടെ യശോദാമയ്യയുടെ കഥ, ഗോപികളുടെ കഥ ഒക്കെ നേരിട്ട് കേട്ടപ്പോൾ ഉദ്ധവർ താടിക്ക് കൈ കൊടുത്തുപോയി. ഈശ്വര, ഇങ്ങനെയൊരു നിരന്തര സ്മരണ ലഭിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ശുദ്ധ മനസ്സ്, ശുദ്ധഗതി. ആ ശുദ്ധമായിട്ടുള്ള മനസ്സിൽ മറ്റൊന്നുമില്ല. ഭഗവാനെ ഭഗവാനെ ഭഗവാനെ, നാരായണ 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 എന്ന അനുനിമിഷം. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത്, കുബ്ജകളെ ഉയർത്താനാണെങ്കിലും രചകനെ ഉയർത്താനാണെങ്കിലും അവരോട് പറയുക എന്താ? മനസ്സിൽ നിരന്തരമായിട്ടുള്ള നാമസ്മരണ, ഹരിസ്മരണ അതുണ്ടെങ്കിൽ ജീവിതം സുഖതമാകും, ശാന്തിയും സമാധാനവും ഇങ്ങോട്ട് അന്വേഷിച്ച് വരുമെന്നാണ് പറയുക.
ഉദ്ധവർ പറഞ്ഞു, വാസുദേവേ ഭഗവതി യാസ്യാമിത്യർപ്പിതം മന. ഭഗവാനിൽ മനസ്സർപ്പിച്ച നിങ്ങളുടെ ആ മനസ്സ്, അതിനാൽ അഹോ യൂയം പൂർണ്ണാർത്ഥ, നിങ്ങളെ ലോകം പൂജിക്കും. ദൂരസ്ഥനാണെന്ന് തോന്നരുത്, ഭഗവാൻ ദൂരസ്ഥനല്ല. ഭഗവാൻ എന്നോട് എന്താ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നറിയുമോ? ഭവതീനാം വിയോഗോമേ നഹി സർവാത്മനാക്വചേത്, നിങ്ങളിൽ നിന്നകന്നിരിക്കാൻ എനിക്കാവില്ല. ഇത് ഭഗവാൻ കീ ഗ്യാരൻറ്റി. നിങ്ങളിൽ നിന്ന് മാറിയിരിക്കാൻ എനിക്കാവില്ല. അതുപോലെ മതിർമയി നിബദ്ധേയം ന വിബദ്ധ്യേത കർഹിജിത്, എന്നിലുറപ്പിച്ച മനസ്സ് ഒരിക്കലും വിട്ടുപോവില്ല. ഇത് ഭഗവാൻ കീ ഗ്യാരൻറ്റി. മാത്രമല്ല അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതത് വ്രതം നമ, ഇത് ഭഗവാന്റെ ഗ്യാരൻറ്റികളാണ് കൊടുത്തു വിട്ടത്. എൻ്റെ കഥകൾ, എൻ്റെ ചിന്തകളിൽ മുഴുകി ജീവിക്കുന്ന നിങ്ങളുടെ നൈനാന്മദ്ഗതി ചേതസ് അവരെന്ത് ചെയ്യും? എന്നിലേക്ക് അചിരേണ കടന്നു വരും. ഇത് ഭഗവാൻ കീ ഗ്യാരൻറ്റി. അപ്പോൾ ഈ നവതഭക്തി ഹൃദയ ജോ രഖേ മേരി കൃപക ഫലുവോ ചാഖേ, അവർക്ക് ആ ഫലം കിട്ടും. നവതഭക്തിയുടെ അഥവാ ഭക്തി പദ്ധതി ഏതായാലും, ഭാഗവതം കേൾക്കുവോ, രാവിലെ പോയി നിർമാല്യം തൊഴുകോ, പ്രദക്ഷിണം വെക്കുവോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, ഫലം നിങ്ങൾക്കുണ്ട്. ഇത് ഭഗവാൻ കീ ഗ്യാരൻറ്റി പറയാനായിട്ടാണ് ഉദ്ധവരെ പറഞ്ഞ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, നിലവിളിക്കരുത്, കരയരുത്, ദുഃഖിക്കരുത്, വിഷമിക്കരുത്, ടെൻഷൻ പിടിക്കരുത്. കാരണം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായാൽ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൽ അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാകാം. നിങ്ങൾ ദുഃഖം നിറഞ്ഞാൽ എൻ്റെ കണ്ണാ നിറഞ്ഞു ഒഴുകുന്നത്. അതസ്തു പുണ്ടരീകാക്ഷ സഹതേ നികടേ സ്ഥിത. ഉള്ളിൻ്റെ ഉള്ളിൽ തേങ്ങുന്നത് ഞാനാ. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഈ ശരീരത്തിനകത്ത് ഞാൻ കയറിയിരുന്നു, അബദ്ധം കാണിച്ചു പോയി. നിങ്ങളോ തുടക്കം മുതൽ അവസാനം വരെ ടെൻഷൻ പിടിച്ച്, ദുഃഖിച്ച്, കരഞ്ഞ്, നിലവിളിച്ച്, പ്രാഗി, ചീത്ത വിളിച്ച്, ഓരോ തവണ നിങ്ങൾ പ്രാകുമ്പോഴും ഉള്ളിലിരുന്ന ഞാൻ തേങ്ങുക. അതുകൊണ്ട് മാശുര, ദുഃഖിക്കരുതേ. അനുസ്മരന്ത്യോ മാം നിത്യം അചിരാൻമാം ഉപേക്ഷ്യത. നിരന്തരമായിട്ട് എന്നെ സ്മരിക്കുക എന്ന് വെച്ചാൽ മറ്റു ഈ ഭഗവാനെ ഓർക്കുക, ഭഗവാനെ ചിന്തിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. രാവിലെ മുതൽ ചാരുകസേര ഇരുന്ന് ഭഗവാന്റെ കഥ പറയണം എന്നുള്ള അർത്ഥത്തിലേ അല്ല. നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ്, കർമ്മ മീൻസ് ബ്രെയിൻ ആക്ടിവിറ്റി. നിങ്ങളുടെ തലച്ചോറിൽ ഓവർ തിങ്കിങ് നടത്തരുത് എന്നാണ് ഭാഗവതം പറയുന്നത്. രാവിലെ മുതൽ ഒരു പണിയില്ലെങ്കിൽ ഇരുന്നിങ്ങനെ ആലോചിക്കുക. കഴിഞ്ഞു പോയ കാര്യം, വരാൻ പോകുന്ന കാര്യം, കഴിഞ്ഞു പോകുന്ന കാര്യം, വരാൻ പോകുന്ന കാര്യം. നിർത്തൂ, ഇപ്പോഴത്തെ കാര്യം ചിന്തിക്കൂ. എന്താ? അതാണ് നാമജപത്തെക്കുറിച്ച് പറയുന്നത്. നാമം ജപിച്ച് 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 കുറച്ച് കഴിയുമ്പോഴേക്കും ആ നാമത്തിൽ നമ്മൾ ലയിച്ചു പോകും. അത് കഴിഞ്ഞിട്ടാണ് രാവിലെ മുതൽ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചിട്ട് ലോകത്തിൽ ഒരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. വലിയ നേതാക്കന്മാർ നോക്കിയിട്ട് നടക്കുന്നില്ല. കാശ്മീർ പ്രശ്നം എത്ര വർഷമായിട്ട് നടക്കുന്നു? വിയറ്റ്നാമിലെ പ്രശ്നം നടക്കുന്നുണ്ടോ? എന്തേലും തീരുമാനം? മുല്ലപ്പെരിയാറിൻ്റെ കാര്യം നടക്കുന്നുണ്ടോ? പിന്നെയാണ് നമ്മളിവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് ആലോചന കൊണ്ട് ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല. വിട്ടുകൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? മാശുര അനുസ്മരന്ത്യോ മാം. പോസിറ്റീവായിരിക്കുക, ആശാവാദിയായിരിക്കുക, ശുഭാകാംക്ഷയോടുകൂടി ഇരിക്കുക. അതായിരുന്നു ഭഗവാന്റെ സന്ദേശം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉദ്ധവർ ഒരു കാര്യം തീരുമാനിച്ചു. എന്താ? ഇവരെ പഠിപ്പിക്കാൻ ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഹർത്താൽ നടത്തുന്നത് എങ്ങനെയെന്ന് കേരളക്കാരെ പഠിപ്പിക്കാൻ പോയ പോലെയായി. കാരണം ഇവരൊക്കെ യൂണിവേഴ്സിറ്റി, ഭക്തിയുടെ യൂണിവേഴ്സിറ്റി, വ്യാജ ബിരുദമല്ല, യഥാർത്ഥ ബിരുദം നേടിയ ആളുകളാണ്. സാക്ഷാൽ വന്ദേ നന്ദവ്രജസ്ത്രീണാം നമ്മളോടാണ് ഈ പറയുന്നത് കേട്ടോ. 12 ദിവസമായിട്ട് അല്ലെങ്കിൽ ഓരോ ദിവസവും ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഭഗവാന്റെ കഥ കേൾക്കാമെന്ന് വിചാരിച്ച നിങ്ങളുണ്ടല്ലോ, അവരെയാണ് വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ. വായിക്കുന്ന ഭാഗവതം വായിക്കുന്ന തിരുമേനിമാരെയല്ല, ഇവിടെ ക്ഷണിച്ച് വരുത്തിയ
തിരുമേനിമാരെയല്ല ആദ്യം വന്ദിക്കേണ്ടത്. ഇത് കേൾക്കാനായിട്ട് ഇവിടെ വന്ന് സകല ധർമ്മങ്ങളും മാറ്റിവെച്ചിട്ട് ഈ ഭാഗവത കഥകൾ കേൾക്കാൻ, കൃഷ്ണനാമങ്ങൾ കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോടാണ് ഉദ്ധവർ പറഞ്ഞിരിക്കുന്നത്. വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണും അഭീഷ്ണശ. ആ കാലിലൊന്ന് തൊട്ട് തലേ വെച്ചോട്ടെ. കാരണം യാസാം ഹരികഥോദ്ഗീതം പുരാതിഭുവനത്രയം. നിങ്ങളുടെ വരവുണ്ടല്ലോ, നിങ്ങളുടെ സാന്നിധ്യമുണ്ടല്ലോ, നിങ്ങളുടെ ദർശനം, അതുമാത്രം മതി ഈശ്വര. ഭഗവാന്റെ ഏറ്റവും വലിയ സംഭാവന അതാണ്, സമ്പാദ്യം അതാണ്. ഭഗവാനിലുള്ള ദർശന തുല്യമായിട്ടുള്ള ഒരു പുണ്യം അതാണ്. നിങ്ങൾ ഇതിനപ്പുറത്തേക്ക് ഭക്തിയുടെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനാവില്ല. കാരണം ഇവിടുന്ന് വ്രജനാഥനായിട്ടുള്ള, ഗോപീനാഥനായിട്ടുള്ള ഭഗവാൻ മധുരയിൽ ചെന്നിട്ട് യദുനാഥനായി പേര് മാറ്റിയെന്നും മതം മാറിയെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു അല്ലേ? വിട്ടുപോവില്ല. കാരണം ആരുടെ മനസ്സിലാണോ ആർദ്രമായി ശുദ്ധമായ ഭാവനയുള്ളത്, അവരുടെ മനസ്സ് വിട്ടുപോകാൻ ഭഗവാനാവില്ല. കേട്ടവർക്ക് കേട്ടപടി കണ്ണൻ വന്താൻ. വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്നത് പോലെ വരുന്നതാണ് ഭഗവാൻ. ഈ ഒരു സന്ദേശം ഉദ്ധവർ ഗോപികൾക്ക് നൽകി. ഉദ്ധവർ മടങ്ങി വന്നപ്പോൾ ജീവിതത്തിൽ എന്താ ശുദ്ധമായൊരു കണ്ണുനീര് കൊണ്ടും ഹൃദയം കഴുകിയ ഒരനുഭവം ഉദ്ധവരടി അനുഭവിച്ചു. ഈ ഒരു സന്ദേശമാണ് ഉദ്ധവഗീതയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി വരുന്ന രുക്മിണി സ്വയംവരം മറ്റൊരു ഉദ്ധവഗീത തന്നെയാണ്. കാത്തിരുന്ന് ഭുവനസുന്ദര എന്ന് വിളിച്ചു ഭഗവാനിലേക്ക് എത്തിയ ഒരു ഭക്തയുടെ കഥയാണ് രുക്മിണി സ്വയംവരം. അവരും രുക്മിണി ഭഗവാന്റെ ഇടത്തോ വലത്തോ ഇനി കാണാൻ പോകുന്നത് രുക്മിണിയല്ല, ഭീഷ്മക കുട്ടിയല്ല, നമ്മൾ തന്നെയാണെന്ന് വിചാരിക്കണം. കാരണം ഭഗവാനിലേക്ക് മനസ്സ് ചേർക്കുക. ഏത് നിമിഷവും കണ്ണടച്ചു കഴിഞ്ഞാൽ ആ രൂപം കാണുക. ഉറക്കത്തിൽ ഉണർന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ വംശിയുടെ നാദം കേൾക്കുക. ഒരു ഉറക്കത്തിനിടയിൽ കാണുന്ന സ്വപ്നം പോലും കൃഷ്ണ. അവിടുത്തെ കഥകളായാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വരില്ല. കാരണം സ്വച്ഛ ശാന്ത സുന്ദരമായിട്ടുള്ള ഒരനുഭൂതി, ഇന്ദ്രിയാതീതമായിട്ടുള്ള അന്തരാത്മാവിലെ ആ അനുഭൂതിക്ക് വന്ദനമർപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ.